ഒരു അബദ്ധം പറ്റിയിട്ട് നമ്മുടെ വണ്ടിയുടെ താക്കോല് അകത്തായിപ്പല്ലേ നമ്മുടെ ഫോൺ മുതലെല്ലാം ഇപ്പം മഴ പെയ്യും. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റ് വന്നാണ് ഇവൻ പുറത്തോട്ട് ഇറങ്ങിയ ഡോർ ഒറ്റ അടിയല്ലേ. ഇനി നമുക്ക് നമ്മുടെ താക്കോൽ ഒന്ന് പുറത്ത് വെച്ചാലോ, ഇവനെ ഒളിപ്പിച്ചൊരു താക്കോൽ പുറത്ത് വെച്ചാലോ. ഒറ്റ ടോയ്ലറ്റിൽ പോകാൻ കൊള്ളൂട്ടോ. എല്ലായിടത്തും ആൾക്കാർ പോയിട്ട് വെള്ളം ഒഴിക്കാതെ അതേപോലെ ഇട്ടേക്കാണ്. ഒറ്റ ടോയ്ലറ്റ് കൊള്ളാന്ന് വിചാരിച്ചാലും കയറണ്ട. അപൂർവമായിട്ട് ചില പമ്പില് കിട്ടും, അല്ലാതെ ഭയങ്കര നേരത്തെ പോയ തന്നെ പമ്പിന്റെ അകത്ത് മൊത്തം മണ്ണുമാന്തി കൊണ്ട് മാന്തിട്ടാക്കുമായിരുന്നു. മാർബിൾ ആണോടാ ഗൈസ്? എന്തോ സൈസ് കല്ലാട്ടോ ചൈനയില്. ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റൂല, വണ്ടി ഇങ്ങനെ നിർത്തി ഉള്ള സെറ്റപ്പ് മാത്രമേ പറ്റുള്ളൂ. ഇത് കാണിച്ചടാ, ഗോദ്രേജിന്റെ മറ്റേ സാധനമില്ലേ, സിന്തോൾ സോപ്പ് പോലെ ഇരിക്കുന്ന ഒരു പ്രത്യേകതരം കാർഡാട്ടോ. ഇതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ള സംഭവങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് അതാണ് ഗൈസ്. നോക്കൂ, രാവിലെ ഞങ്ങൾ എണീറ്റുള്ളൂ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഇന്ന് അതേ ക്യാമ്പർ സൈറ്റിലാണ്. 2 ദിവസം ഇവിടെ വെച്ചാണ് ഞങ്ങൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ലിബി ഞങ്ങൾ ഇന്നലെ ഉണ്ടല്ലോ ഈ സംഭവം ഒന്നും കഴുകിയില്ല, ഒരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴുകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ മേടിച്ച 2 ചെയറും അതുപോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ഇന്നലെ ഒരു സ്റ്റൗ മേടിച്ച്, കുറേ കുറ്റി മേടിച്ച്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഉള്ളതാണ്. ലിബി ഇവിടെ വൃത്തിയാക്കൂലേ? ഗൈസ് നോക്കൂ, ഞാൻ നേരെ വണ്ടി എടുത്ത് ഷെയർലി ഞാനും കൂടെ പോവാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ATM കാർഡ് ഇവിടുത്തെ ചൈന ബാങ്കിലാണ് ഇരിക്കുന്നത്. രാവിലെ 9 മണിക്ക് പാസ്പോർട്ടായിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പം അതെടുക്കാൻ വേണ്ടി ആദ്യം പോവുകയാണ്. അത് കിട്ടിയില്ല, പണിയാണ്. എന്നിട്ട് വേണം ഈ ഗ്രൂപ്പിന് മൊത്തം പോകാൻ വേണ്ടി. അപ്പോൾ ഗൈസ് നോക്കൂ, അപ്പം ഞങ്ങൾ നേരെ ചൈന ബാങ്കിലേക്ക് പോകുന്നു. എന്നിട്ട് നോട്ട് കമ്മിങ് ഗൈസ്. ആദ്യം പോയി ATM കാർഡ് ഒപ്പിക്കട്ടെ, നോ പ്രോബ്ലം ഗൈസ്. എന്നിട്ട് ബാക്കി പരിപാടി കേട്ടോ. അപ്രോക്സിമേറ്റ് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. രാവിലെ സ്റ്റാർട്ടാൻ ചില സമയത്ത് ചില പ്രശ്നങ്ങൾ കാണിക്കും കേട്ടോ. ഓക്കെ, ഹൗ ഈസ് സ്റ്റാർട്ടിങ്? യെസ് ഗൈസ്, നമ്മൾ നേരെ വണ്ടി എടുക്കുന്നു, പോകുന്നു. അതായത് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ നിന്ന്. ഈ കാണുന്നതാണ് ചൈനീസ് മാപ്പ് കേട്ടോ. ഗൂഗിൾ മാപ്പിലും എത്രയോ അഡ്വാൻസ്ഡ് ആണെന്ന് അറിയാം. കറക്റ്റ് ആക്യുറസി, എത്ര സ്പീഡിൽ പോകുന്നു, ഫ്രണ്ടിൽ ക്യാമറ ഉണ്ടോ, അതുപോലെ വണ്ടിയുടെ തേങ്ങ, മാങ്ങ, കൊല എല്ലാം ഗൈസ് നോക്കൂ. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചൈനീസ് മാപ്പാണിത്. ഇപ്പോൾ ഞാനും ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഷെയറിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് തന്നായിരുന്നു. കാരണം ചൈനയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ഈ സാധനം വേണം. ഇതിപ്പോൾ ഷെയറിലെ ഫോണിലാണ് ഈ സാധനം വെച്ചേക്കുന്നത്. ചൈന ലാംഗ്വേജ് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ ഇന്നലെ കുടുങ്ങിപ്പോയ ATM ഇരിക്കുന്ന ലൊക്കേഷൻ ഇട്ടാണ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണത്. അപ്പോൾ ആ സ്ഥലത്തോട്ട് എത്തണമെങ്കിൽ ഈ മാപ്പിട്ടാണ് പോകണം കേട്ടോ. അതായത് നമ്മൾ എത്ര സ്പീഡിലാണ് പോകണത്, ഇവിടെ എത്ര സ്പീഡ് ലിമിറ്റ് ഉണ്ട്, അങ്ങനെ സംഭവങ്ങളെല്ലാം A to Z കാണിക്കും. രാവിലെ കേട്ടോ, അതിരാവിലെയാണ്. ഇവിടെ ഇപ്പോൾ സമയം 9:15, നാട്ടിലെ 2.5 മണിക്കൂർ ബാക്കോട്ട് കേട്ടോ. ഈ ചൈനയിൽ പല സ്ഥലത്തും പല ടൈം സോണാണ്. എന്തായാലും നമുക്ക് ആദ്യം പോയിട്ട് ബാങ്കിൽ പോയിട്ട് ആ കാർഡ് എടുക്കാം. അതോടുകൂടി പരിപാടി കഴിഞ്ഞു. ആ സമയം കൊണ്ട് ഇന്നലെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച പാത്രങ്ങളെല്ലാം വൃത്തിയാക്കും. നേരെ വണ്ടി കയറ്റുന്നു. പിന്നെ വണ്ടി എടുക്കേണ്ട താമസമുള്ളൂ കേട്ടോ. ഗൈസ് നോക്കൂ, നമ്മൾ ദോങ്വാങ് എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ കൂടിയാണ്, അതായത് സിറ്റി കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ടൗണിലെത്തിയിട്ട്, അത്യാവശ്യം വലിയ ടൗണാണ്, ചെറിയ ടൗണൊന്നുമല്ല, അത്യാവശ്യം വലുതാണ്. ഷെയർലിയാണ് എന്നോട് പറഞ്ഞു തന്നത്, അതായത് ദോങ്വാങ് എന്നാണ്. ദിസ് ഈസ് അനദർ പ്രൊവിൻസ്, ഷെയർലി പ്രൊവിൻസ് അനദർ ഗൈസ്. അതായത് അടുത്ത സ്റ്റേറ്റ് ആണ് ടിബറ്റ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റ്. ഇവിടെ കുറേ ഈ ഒരു ഇതിൽ 2-3 സ്റ്റേറ്റ് അങ്ങനെയുള്ളൂ. പിന്നെ എല്ലാം അപ്പുറത്തെ വശത്തോട്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഇപ്പോൾ കിർഗിസ്ഥാൻ്റെ ഒക്കെ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ത്യയുടെ ഒക്കെ കുറേ മേളിലാട്ടോ നമ്മളുള്ളത്. അപ്രോക്സിമേറ്റ് ഇവിടെ നമുക്ക് കുറച്ച് സഞ്ചരിക്കാം. രാവിലെ തന്നെ നോക്കി ഓരോ ഹോട്ടലുകളിലെ തിരക്ക്. ഇവിടെ ഒന്നും വലിയ വണ്ടികളോ സംഭവങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് ടാക്സി ആയി കാണുന്നത്. ഫൈനലി വണ്ടി ഞങ്ങൾ ഇവിടെ ഒതുക്കി. ഇതാണ് പാസ്പോർട്ട്. ഇത് ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്പർ ഉണ്ട്, എൻ്റെ 6 ആണ്. അപ്പം ഈ കാണുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് ഇതുണ്ടോ, ഇതാണ് ബാങ്ക്. ഇന്നലെ ഇവിടെയാണ് എൻ്റെ പൈസ കുടുങ്ങിപ്പോയി. ഷെയറിൽ നേരെ ഫ്രണ്ടിൽ പോയി, ഞാൻ നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ടോ. ഇവിടെയൊക്കെ ബാങ്ക് ഉണ്ടായിരുന്നു. പൈസ ഇന്നലെ പൈസ എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ. ആദ്യം ഒരു ബാങ്കിൽ കുടുങ്ങി. എന്നിട്ട് അവൾ അപ്പം തന്നെ അവിടെ കോൾ ചെയ്ത് 20 മിനിറ്റ് കൊണ്ട് ആൾ വന്നത് എടുത്തു തന്നു. അടുത്ത ബാങ്കിൽ കൊണ്ടിട്ടപ്പോൾ അതും കുടുങ്ങി. SBIയുടെ കാർഡായിരുന്നു ഗൈസ്. ഇനിയിപ്പോൾ SBIയുടെ കാർഡ് ഇവിടെ ഉപയോഗിക്കുന്നത് അത്ര നന്നെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പെട്ടുപോകും. അതുകൊണ്ട് നേരെ പോവുക, കാർഡ് എടുക്കുക, എന്നിട്ട് പോവുക. അവളെ ഫ്രണ്ടിൽ കിടന്ന് തെറിയ കേട്ടോ. വേഗം വാടാ, കാലം വാടാ, ബ്ലോഗ് ചെയ്യാതെന്നാണ് പറയുന്നത്. കാരണം ഗ്രൂപ്പുകളെല്ലാം അവിടെ പെൻഡിങ് ആണല്ലോ. ഞാനിവിടെ നിന്ന് ഇച്ചിരി ലേറ്റായി ചെന്നാലേ ഞങ്ങളുടെ അവിടുത്തെ കാര്യങ്ങൾ ലിപിക്ക് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ഗൈസ് എന്തായാലും നമുക്ക് നേരെ പോയി കാർഡ് എടുക്കാം. എന്നിട്ട് വേണം
അടുത്ത് ആദ്യമായിട്ട് ഒരു ടൊയോട്ട വെൽഫെയർ കണ്ടത് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കേട്ടോ. ബാക്കിയെല്ലാം ഇവിടുത്തെ ചൈനീസ് കാപ്പിയാണ്. ഇതേ ഇന്നലെ പൈസ കുടുങ്ങി ATM പോയി എല്ലാം രേഖപ്പെടുത്തിയിട്ട് മേടിക്കട്ടെ കേട്ടോ. ഇവിടുന്ന് അവസാനം ഞങ്ങളൊരു ബാങ്കിലെത്തി. ഇതെല്ലാം തുറക്കണമെന്നാണ് കേട്ടോ പറഞ്ഞത്. 2 എണ്ണം എടുക്കാനും എന്തൊക്കെയോ എഴുതി കൊടുക്കാനുണ്ട്. എൻ്റെ ATM പോയ ഇന്നലത്തെ ഈ സാധനത്തിലാട്ടോ. എന്നിട്ടാണ് ഇത് എടുക്കണേ. എൻ്റെ പൊന്നെ ഗൈസ്, ഇന്നലെ ഞാൻ ഇതിൻ്റെ അകത്ത് സീക്രട്ട് അതല്ല സീക്രട്ട് കോഡ് അടിച്ചാട്ടോ. പക്ഷേ ഇന്ന് ഇതിൻ്റെ അകത്ത് എനിക്ക് പൈസ കിട്ടി. ഇന്നലെ ഇതിൻ്റെ അകത്ത് എൻ്റെ ഇത് പോയി കേട്ടോ. എടുക്കാണ്ട് ഇതാണ് എൻ്റെ ടിക്കറ്റ്. ഒരു ബാങ്കിൽ നിന്ന് പെട്ടെന്ന് പൊടപൊടയെന്ന് പറഞ്ഞു കിട്ടി കേട്ടോ. പക്ഷേ ഇതെന്താണെന്ന് അറിയില്ല, ഇച്ചിരി സ്ലോയാണ്. പൊന്ന് ഗൈസ്, അതായത് എന്നെ ഫുള്ള് ചെക്ക് ചെയ്ത് പിന്നെ എൻ്റെ ഡാറ്റ മൊത്തം എടുത്ത് എൻ്റെ പാസ്പോർട്ടിലെ സാധനം എടുത്ത് ഈ കാണുന്ന വേറൊരു പേപ്പറാണ്. ഇത് ഫുള്ള് ചൈനീസാണ്. ഇത് മൊത്തം ഒപ്പിട്ട് കൊടുത്ത് ലാസ്റ്റാണ് എനിക്ക് കാർഡ് തന്നു കേട്ടോ. പാസ്പോർട്ടും കാണിച്ച് കാർഡ് തന്നു. ഇപ്പം ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ഇന്നലെ ക്യാമ്പിംഗ് സാധനം മേടിച്ച ഒരു കടയുണ്ട്. അപ്പോൾ അവിടുന്ന് 2-3 പേർക്കും കൂടെ സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഷെയർലി അങ്ങോട്ട് പോവാണ്. അതിന് ശേഷം നമ്മൾ തിരിച്ച് ക്യാമ്പർ സൈഡിലേക്ക് പോകും. ദെൻ ഗോ അനദർ പ്ലേസ്. ടുഡേ വിച്ച് പ്ലേസ് ഷെയർലി? ഹമ്മി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത്. നേരെ നമ്മളവിടെ ഒരു കടയുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. രാവിലെ തന്നെ ഇവിടെ ചൈനീസ് ആൾക്കാരൊക്കെ വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, തൊട്ട് ഒത്ത നടുക്ക് എൻ്റെ ചിറക്കാണ് കിടക്കുന്നു ഗൈസ്. ചൈനയിലുണ്ടല്ലോ, ഇത് കണ്ടോ, ഈ കാണുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യട്ടോ. അവിടെ സിഗ്നൽ വീണു. ആ സിഗ്നൽ ഇനിയും നമുക്ക് വേണ്ടി ആയെങ്കിൽ മാത്രമേ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ, അല്ലാതൊന്നും കടക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് എൻ്റെ വണ്ടി ഇതായി കാണുന്ന ഇവിടെയുണ്ട്. ഞങ്ങൾ ഇന്നലെ കുറേ വട്ടം കറക്കിയ കാട് 2 സ്ഥലത്താണ് ബ്ലോക്ക്. ലാസ്റ്റ് ശരിയായിട്ടോ. ഇന്നലെ ഉണ്ടല്ലോ ഇത് ഇവിടെ വന്നാണ് സാധനമൊക്കെ മേടിച്ച്. ആ സമയത്താണ് കാറൊക്കെ പോയത് കേട്ടോ. പിന്നെ അതിൻ്റെ പുറകെ കറങ്ങി ഇന്നലത്തെ പരിപാടി മൊത്തം പാളി. ഇതേപോലത്തെ ചെയറൊക്കെയാണ് ഇന്നലെ നമ്മൾ മേടിച്ച കേട്ടോ. ഇവിടെ അത്യാവശ്യം ക്യാമ്പിംഗ് സാധനങ്ങളൊക്കെ ഉണ്ട്. നോ ഐ ഹാവ് നോ. ദിസ് ഈസ് ഗ്യാസ് ആൻഡ് സിലിണ്ടർ. ദിസ് വൺ 60. Yeah. And how much gas? One bundle. ഗൈസ്, ഇവിടെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്, നോക്കട്ടെ. ഗൈസ്, ഇത് വീടാട്ടോ. ഇത് വീടോട് കൂടിയുള്ള കടയാണ്. ഇതിൻ്റെ ബേക്ക് മൊത്തം കുറേ വീടും ഫുള്ള് കടയും അങ്ങനെയുള്ള സെറ്റപ്പാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ കടകളും അതേപോലെയാണ്. എല്ലാം അങ്ങനെ തന്നെ കേട്ടോ. എല്ലാ കടകളും ഏകദേശം അങ്ങനെ നോക്കി. സ്ട്രീറ്റൊക്കെ നോക്കി എന്ത് തീരെ ലുക്കാന്ന് നോക്കി. ഗൈസ്, ഫൈനലി ഞങ്ങളങ്ങനെ ക്യാമ്പിംഗ് സൈറ്റിലെത്തി. ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം വണ്ടിയിൽ എടുത്തു വെക്കണം. ഫുൾ സാധനങ്ങൾ കേട്ടോ, A to Z സാധനങ്ങൾ. അതിനുശേഷം ഇവിടെ പെർ ഡേ 50 രൂപയായിരുന്നു ചൈനീസ് മണി. അത് കൊടുത്തതിന് ശേഷം നേരെ ഇവിടുന്ന് വണ്ടി എടുക്കണം. ഓൾമോസ്റ്റ് എല്ലാവരും റെഡി ആയിട്ടാണ് നിൽക്കണം. ഇനിയിപ്പോൾ നമ്മൾ മാത്രമുള്ള അല്ലെങ്കിൽ പിന്നെ എന്നാ പോകുന്നില്ല എന്നാ അതിനാ ലിപി താഴെ നിന്ന് സാധനങ്ങൾ ഓരോന്ന് എടുക്കാം കേട്ടോ. എല്ലാ സാധനവും ഇതിൻ്റെ മുകളിലേക്ക് കയറ്റുവാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം വളരെ സിമ്പിളാണ്. വണ്ടിക്കുള്ള സ്ഥലം തീർന്നു. അവിടുന്ന് വെജിറ്റബിൾസും അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്ന് ലിപി എടുക്കുവാണ്. ലിപിനെ ഒരു ഗ്യാസ് മാത്രം താഴെ വെച്ചാൽ മതി. അത് വെച്ചാൽ പുതിയത്. ബാക്കിയെല്ലാം കയറ്റിക്കോ. അപ്പം നമുക്കേ പിന്നെ വെക്കാൻ സുഖമല്ലേ. ഫൈനലി സാധനങ്ങളെല്ലാം ഞങ്ങൾ മേളിൽ കയറ്റി കേട്ടോ. ഇതാണ് ഏറ്റവും നല്ല പരിപാടി. എനിക്കും തോന്നി ഇത് തന്നെയാണ് നല്ലത്. ഈ താഴെ വെച്ചിട്ട് കടങ്കടാന്ന് അടിയും പിടിയും എല്ലാം മാറി കിട്ടൂല. എന്നാ പറ്റിയ? അങ്ങനെ വലിക്കണോ അല്ലേ? അറിയുന്നില്ല. ആ വലിയത് ഏറ്റവും മേലത്തെ മാറേണ്ടി വരും. ഇപ്പൊ ഇത് നോക്കി. പക്ക അങ്ങനെ 2-3 സാധനങ്ങൾ കയറ്റി വിടായിരുന്നു അല്ലേ? ഓക്കെ അല്ലേ? അതിലേക്കൂടെ ഇറങ്ങാൻ നോക്കാം. മൂഞ്ചിയും കുത്തി അത് പൊട്ടിപ്പോകാതെ. നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാമ്പിംഗ് സൈറ്റ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വശത്താണ് നിന്ന്. അവിടെയായിരുന്നു ക്യാമ്പിങ്. ഇത് ബബിളി സെറ്റപ്പ് ആട്ടോ. അതായത് 160 ചൈനീസ് മണി എടുത്ത ഇതേപോലത്തെ ഓരോ സംഭവങ്ങൾ കിട്ടും. പുള്ളി ഇതിലാണ് എടുത്തത്. പക്ഷേ ഉണ്ടല്ലോ ഇതിനകത്ത് AC സംഭവം ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു. പുള്ളിക്കടം തെറിയായിരുന്നു. പിന്നെ അതേപോലെ ഇവിടെ കുളിക്കാൻ വേണ്ടി 15 രൂപ എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെ കുറേ സംഭവമുണ്ട്. എന്തെങ്കിലും ഉപയോഗിക്കണേ കാർഡ് വേണം, സ്കാൻ ചെയ്യണം, വെള്ളം ഉപയോഗിക്കണേൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ളൂ. ഗൈസ് നോക്കി, ഇവിടെ ചൈനീസ് ഫ്ലാഗും അതുപോലെ സംഭവമുണ്ട്. ഇവിടെ ഒരു ചെറിയ പാർട്ടി നടത്താനുള്ള സംവിധാനങ്ങൾ അതുപോലെ സെറ്റപ്പ്. എല്ലാവരും പൈസ കൊടുക്കുകയാണ്. അതായത് 2 ദിവസമാണ് ഇവിടെ നിന്ന്. ഒരു ദിവസം ഞങ്ങൾക്ക് ക്യാമ്പ് ചെയ്തവർക്ക് 50 രൂപയും അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കിടന്ന് ഷെയർലിയും പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് പപ്പുമാണ് കിടന്നത്. അപ്പോൾ അവർക്ക് 160 വെച്ചു. അങ്ങനെയാണ് സംഭവം. ഇതൊക്കെയാണ് ബാത്റൂം. ക്യാമ്പിംഗ് സംവിധാനം കേട്ടോ. അല്ല അങ്ങനെ വേറെ സെറ്റപ്പൊന്നുമില്ല. പക്ഷേ നെറ്റ്വർക്ക് വളരെ മോശമായിരുന്നു. ഇവിടെ
വൈഫൈ ഇല്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫോൺ നെറ്റ്വർക്കും ഭയങ്കര മോശമാണ്. കാരണം ഇത് മിലിറ്ററി ബേസുള്ള ഏരിയ ആണ്. അതുകൊണ്ട് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം എടുക്കാൻ നേരത്ത് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പപ്പു വണ്ടി എടുത്തു. പപ്പു എടുത്തു, പിന്നെ രാജേഷ് എടുത്തു, ജോഷി എടുത്തു, മാർട്ടിൻ എടുത്തു. ഇതും പ്രത്യേകിച്ചൊന്നുമില്ല, എന്താ ബ്രീഫിങ് പരിപാടിയാണ്. ഇന്ന് 400 കിലോമീറ്ററാണ് നമുക്ക് ഓടിക്കേണ്ടത്. ആ 400 കിലോമീറ്റർ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക കേട്ടോ. ഇവിടെ ചർച്ചയാണ്. അതായത് ഇന്ന് പോകുന്ന എക്സ്പ്രസ് വേയുടെ മിനിമം സ്പീഡ് 100 കേട്ടോ. അപ്പോൾ മാക്സിമം എത്രയായിരിക്കും ദൈവം കർത്താവിന് അറിയാം കേട്ടോ. രാവിലെ ഞാൻ ലിബാമൊക്കെ ഇട്ട് ചുണ്ട് റെഡിയാക്കി. ഇവിടെയൊക്കെ പൊട്ടിയാക്കുമായിരുന്നേ. ലിബിനെ മോനെ സുഗുണ, എടാ ഇന്ന് പോകുന്ന എക്സ്പ്രസ് വേയുടെ മിനിമം സ്പീഡ് 100, മാക്സിമം എത്രയാ? മാക്സിമം 160 ആയിരിക്കും അല്ലേ? അതിൻ്റെ ഇല്ല. ഞാൻ സത്യം പറയട്ടെ, വലിയ റൂമിൽ പറ്റി ഞാനേ. ഭാഗ്യം താക്കോൽ മാറിപ്പോന്ന് വിചാരിച്ചു. ഒരു സെക്കൻഡ് നേരത്തേക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയി കേട്ടോ. പൈസ എല്ലാം പറയണം. ഭയ്യ ആജ് ആപ് കാം സൈറ്റ് മേ ഓർ ഹോട്ടൽ? ഞങ്ങൾ രണ്ടിനും ഭയങ്കര ഇതാട്ടോ. 1 ലക്ഷം രൂപ അതൊക്കെ ഇത്ര ഡേറ്റ് മേ ചായേ. പുള്ളിക്ക് കൈ കൊടുക്കാൻ വേണ്ടി പോയിട്ടോ. അത്യാവശ്യം നല്ല സ്ഥലമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് കുളിക്കുന്നതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് സംഭവം ഉണ്ടായിരുന്നല്ലോ. ഫൈനലി ഈ കാണുന്ന സ്ഥലത്തും ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങും കേട്ടോ. എല്ലാവരും വണ്ടി ഇറങ്ങി തുടങ്ങി. ബാഗർ വാസു വാടാ. ഒരു മിനിറ്റാ, എല്ലായിടത്തും പിടിച്ച് നോക്കട്ടെ. ഗൂഗിൾ മാപ്പ് എൻ്റെ അടുത്തുണ്ടല്ലോ ഓൾറെഡി. ഇത് അല്ല ലൊക്കേഷനോ? എടാ 200 കിലോമീറ്റർ കഴിഞ്ഞ് ഇനി ബ്രേക്ക് ഉള്ളൂ കേട്ടോ. ആണോ? ഇവിടുന്ന് വണ്ടി എടുത്തു. ഇനി 200 കിലോമീറ്റർ കഴിഞ്ഞ് ബാക്കി പരിപാടികളുള്ളൂ. നമ്മുടെ മനസ്സിൽ 3 മണിക്കൂർ. എടാ നമ്മളൊന്നും മിസ്സായിട്ടില്ലല്ലോ. ഈ കാണുന്ന 2 വരിപ്പാത എന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ 4 ലൈനിലേക്ക് എത്തും. കിട്ടിലം വഴി കേട്ടോ. 2 ലൈനാണെങ്കിലും കിട്ടിലം വഴിയാണ്. അപ്പുറം ഇപ്പുറമൊക്കെ ഇവര് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മുന്തിരി കേട്ടോ. ഫുള്ള് മുന്തിരിത്തോട്ടാണ്. കൃഷികളുണ്ട് ഇഷ്ടം പോലെ. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ആ എക്സ്പ്രസ് വേ, അതായത് മിനിമം സ്പീഡ് 100 4 മണിക്കൂർ കൊണ്ട് നമ്മൾ 400 കിലോമീറ്റർ കടക്കും എന്നുള്ളതാണ് ഷെയറിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 160 രൂപ കേട്ടോ നമുക്ക് ടോള് വരുന്നത്. ടോള് കുറവാട്ടോ, ഭയങ്കര കുറവാ ടോള്. ചൈനയുടെ എക്സ്പ്രസ് വേ കയറുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കയറിയത് ഹൈവേയിലായിരിക്കും കേട്ടോ. ഇന്നാണ് എക്സ്പ്രസ് വേ കയറാൻ വന്നു. നോക്കി, നമ്മൾ നാട്ടിലെ പോലെ തന്നെ വമ്പൻ ടോളും അതുപോലത്തെ വലിയ കവാട സംഭവമൊക്കെയാണ്. എന്നടാ ഗുൻസി എക്സ്പ്രസ് വേ. പിന്നെ വേറെ കാര്യം, ഇന്ന് ഇച്ചിരി ടോള് കുറവാണ്. അല്ല, പിന്നെ വേറെ കാര്യമാണ്, ഇന്ന് പൈസയും കുറവാണ്. ഇന്ന് 160 രൂപയുള്ളൂ. മിനിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 100 കേട്ടോ. പിന്നെ അതിന് എബോയാണ് സ്പീഡ്. ഇത് ആദ്യത്തെ ടോൾ കൗണ്ടർ ഇവിടെ വന്നിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ കൊടുക്കണം. ഇവൻ നമ്പർ പ്ലേറ്റ് എടുത്ത് വെച്ചോ. നമ്പർ പ്ലേറ്റ് എടുത്തു. നമുക്ക് നമ്പർ പ്ലേറ്റ് കൊടുക്കണം. പിന്നെ പൈസ. നമ്മുടെ വണ്ടിക്ക് 110 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. നമ്മൾ ഇന്ന് എഴയും അല്ലേ? സത്യമായിട്ട് ഇവിടെയൊക്കെ വെയിറ്റ് തൂക്കുന്നുണ്ട്. വെയിറ്റ് തൂക്കിയിട്ടാണ് ഈ കാണുന്ന ഡിസിഷൻ ഇവർ തീരുമാനിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ്. ഇത് നമ്മളിന്ന് കംബോഡിയ കണ്ട സെയിം സാധനമുണ്ട്. ബൈക്കുകാരന് പൈസ ഇല്ല, അവനോട് ഫ്രണ്ടിലേക്ക് പോക്കോളാൻ പറഞ്ഞു കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു തീരുമാനം. ഗൈസ് നോക്കൂ, ബൈക്കിന് പൈസ ഉണ്ടാ ടോളിന്. എക്സ്പ്രസ് റോഡിന് മാത്രമേ പൈസ ഉള്ളൂ, അല്ലാത്ത റോഡുകൾക്ക് പൈസ ഇല്ല. ആണോ? സത്യം, അമ്മച്ചിയാണ് സത്യം, പൈസ ഇല്ല. ഗൈസ് നോക്കൂ, തൊട്ടിപ്പുറത്തോട്ട് ഇവിടെ എല്ലാം കൃഷികളാട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന ആ ഭാഗങ്ങളൊക്കെ മൊത്തം ഇതേപോലത്തെ കൃഷികളും അതുപോലത്തെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം പോലെ. എന്ന് വെച്ചാൽ ഗൈസ് ക്ഷമിക്കണം, ഇന്നൊരു ക്ലൗഡി കാലാവസ്ഥയാണ്. അതിനാൽ കാഴ്ചകൾക്ക് മങ്ങലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നിന്ന ക്യാമ്പർ സൈറ്റിൽ നിന്നും, അതായത് നമ്മൾ അടുത്ത പബ്ലിക് സൈറ്റിലേക്കാണ് പോകുന്നത്. അതായത് ഇന്ന് ക്യാമ്പർ സൈറ്റിൽ അവിടെ ഏതോ പാർക്കുണ്ട്, അവിടെയാണ് കൊണ്ടിടുന്നത്. 20 രൂപ എങ്ങനെയാണ് ചാർജ്. നെറ്റിന്റെ കാര്യം മാത്രം ഒരു വിഷയമുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞങ്ങളോട് അങ്ങോട്ട് അടുപ്പിക്കാൻ പറഞ്ഞു. എത്രയാണ് പുള്ളിക്ക് കിട്ടിയേ പറയാ കേട്ടോ. സ്റ്റോപ്പ്. പുള്ളിപ്പം വീണാൻ കേട്ടോ. ഓവർ വിനീതനായതാ അല്ലേടാ? കൈ കണ്ടോ സാധനം? അത് ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ അത് കിട്ടുന്നത് ആണോ? UN-ന്റെ ഒക്കെ അതുപോലെ ഉണ്ട്. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. ഫൈനലി നമ്മളിപ്പം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ കാണുന്ന റൂട്ടിൽ കയറും. G3011 എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു എക്സ്പ്രസ് വേയുടെ നമ്പർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ വണ്ടി നമ്പറും അതുപോലെ തന്നെ വെയിറ്റും അതുപോലെ സംഭവങ്ങൾ ഇത്ര വന്നു. ആണോ? ഫോട്ടോ എടുക്കുക. നമ്മുടെ ഇന്ത്യൻ നമ്പറും സംഭവങ്ങളൊക്കെ പുള്ളി കാർഡേ ഉള്ളു. ഇവനെ കാർഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാർഡ് തന്നെ 2018 12-ാം മാസം
ഉള്ള കാർഡാണിത്. എന്നാ കാർഡ് കാണിച്ച് വ്യക്തമായിട്ട് കാണിച്ചു തന്നെ ഞങ്ങൾക്ക്. ഇങ്ങനെ ഞങ്ങൾ പ്രേക്ഷകർ കാണട്ടെ. ഞങ്ങൾ പേശേരെ ഞങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു കാർഡ് തന്നിരിക്കുന്നു. ഇതെന്നെ സംഭവം തരുമോ? എക്സിറ്റ് ടൈമില് ഈ എക്സ്പ്രസ് എക്സിറ്റ് ടൈമിൽ ഇത് കൊടുക്കണം. തായ്ലൻഡിലുള്ള പോലെയാ. നമ്പർ ഇതാ, നമ്പർ ഇതാ, വണ്ടി നമ്പറാ അല്ല ATM നമ്പർ പോലത്തെ നമ്പർ. ഇത് അടിച്ചു നോക്കിയിട്ടാണ് ഇവര് എത്രയാണ് എങ്ങനെയാന്ന് നോക്കുന്നത്. തായ്ലൻഡ് നമുക്ക് ഇതുപോലെ കിട്ടിയിരുന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത ഓരോ സ്ഥലങ്ങളിൽ എല്ലാം ഇതിനെ കുറിച്ച് വിശദമായ അറിയാൻ പറ്റും. Oh, not power steering. I know. Power steering. Same like. Yeah. So everybody's there. Okay, go. ഇത്രയുള്ളൂ കേട്ടോ. പണക്കം മാറ്റി. ഇനി രണ്ട് പാട്ടും പാടി 2 തുള്ളിയും കഴിഞ്ഞ് കഴിച്ചാൽ പുള്ളിക്കാരന്റെ പണക്കം മാറി. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ചൈനയിലെ പിന്നെ ഹൈവേയിലേക്ക് കയറണം. ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊരു ഗ്രൂപ്പാണ്. ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും നമുക്ക് ഇറങ്ങാൻ പറ്റിയല്ല. അപ്പം ഓരോരുത്തരുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് അഭിപ്രായം പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കൂട്ട അടിയിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മൾ അതിനെ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫൈനലി എന്തായാലും നമ്മളങ്ങനെ കയറുവാണ്. നമ്മളിന്ന് പോകുന്ന സ്ഥലത്തിന്റെ പേര് എന്നായിരുന്നു? ലുക്നി. ഇങ്ങോട്ടും വന്നപ്പോ ചൈനീസ് ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും ഉണ്ടല്ലോ. അത് അങ്ങോട്ടും ഉണ്ടായിരുന്നു. ഗൈസ്, ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ടിബറ്റ് മേഖലയിൽ ടിബറ്റ് ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് അവിടെ ചൈനീസ് ടിബറ്റ്. ഓരോ സ്ഥലങ്ങളിൽ അത് സ്പോർട്സ് ബൈക്ക് പോകുന്ന സൗണ്ട് അല്ല, എന്റെ ടയർ അത് കയറിയതാണ്. ഓരോ സ്ഥലങ്ങളിൽ ഏത് മെജോറിറ്റി ഏത് ഓരോ സ്ഥലങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ, ഏത് കാസ്റ്റിലുള്ളവരാണോ കൂടുതൽ, അവർ സംബന്ധിതമായ ലെറ്ററുകളുണ്ടാവും. ഇവിടെയൊക്കെ അറബിയിലൊക്കെ ആയിരുന്നു നമ്മളിപ്പോൾ ഈ നിന്ന സ്ഥലങ്ങളിലൊക്കെ അവർ ലെറ്ററിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ. നോക്കിയാൽ കറങ്ങി ഇത് അങ്ങോട്ട് വീരാൻഡിലേക്ക് പോവാണോ? ഈ സാധനം ശ്രദ്ധിച്ചോ? ഇത് വണ്ടിക്കൊന്നും പറ്റൂല. തിരിഞ്ഞു വണ്ടിക്കൊന്നും പറ്റാനിക്കില്ല. വണ്ടി അങ്ങോട്ട് പോകില്ല, വണ്ടി തിരിഞ്ഞിങ്ങോട്ട് അത്രേ ഉള്ളൂ. ഫൈനലി നമ്മളങ്ങനെ ചൈനീസ് എക്സ്പ്രസ് വേ കയറിയിരിക്കുകയാണ്. ഗൈസ്, ഇവിടുത്തെ എക്സ്പ്രസ് വേയിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം നമ്മുടെ നാട്ടിലെ പോലെ 6 ലൈൻ 4 ലൈൻ ഇതൊന്നും ഞാൻ കിട്ടിയില്ല. ആകെ 2 ലൈനേ ഉള്ളൂ. ഒരെണ്ണം 100-ഉം ഒരെണ്ണം അതിൻ്റെ എബോയിലേക്ക് പോകാൻ വേണ്ടി. ഈ കാണുന്ന എമർജൻസി വേ ആണ്. ഇതിന് ഫുൾ എങ്ങനെയായിരിക്കും കേട്ടോ. അപ്രോക്സിമേറ്റ് എത്ര കിലോമീറ്ററിലാണ് എക്സിറ്റ് എന്നോ എൻട്രി എന്നോ ഒന്നും അറിയില്ല. 100 കാണിക്കുന്നത്. 100-ഉം 120. ഏറ്റവും കുറഞ്ഞ ഇതാണ് 120. ഇത് 120. നമ്മൾ പോകുന്ന വഴി മൊത്തം കൃഷി കേട്ടോ. ഈ റോഡിന്റെ ഇപ്പുറത്തെ സൈഡ് മൊത്തം കൃഷി എന്ന് വെച്ചാൽ മൊത്തം കൃഷിയാണ്. മല്ലിയില പോലത്തെ സംഭവങ്ങള്, മുന്തിരി, അതുപോലെ ക്യാരറ്റ്, അതുപോലത്തെ സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഗൈസ് നോക്കൂ, ഇവിടെ എപ്പോഴും ഏത് റോഡ് ഞാൻ കയറിയപ്പോഴും കണ്ടിട്ടുണ്ട് ആനിമൽ ക്രോസിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ എപ്പോഴും അടയാളപ്പെടുത്തിയിട്ടുണ്ടോ കേട്ടോ. ആനിമൽ ക്രോസിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞ്. ഗൈസ് നോക്കൂ, എന്തായാലും നമ്മളങ്ങനെ അടുത്ത ദിവസത്തിലെ നമ്മുടെ അടുത്ത ഹൈവേയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്രോക്സിമേറ്റ് നമുക്ക് നല്ല ദൂരം നിന്ന് ഓടാറുണ്ട്, പക്ഷേ സമയം കുറവാണ്. എന്തായാലും നമുക്ക് മാക്സിമം ഓടി പിടിക്കാം. ഇവിടെ സ്പീഡ് ലിമിറ്റും അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടോ ഇവിടെ 100 തൊട്ടപ്പുറം 60. ഇതന്നെ വീണ്ടും ഇങ്ങോട്ട് പോകുന്നത് ഇതല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് നമ്മൾ അടുത്ത റോഡിലേക്ക് കയറുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ കാർഡ് തന്ന് വെറുതെ ആയിരുന്നോ? ഇത് വെറുതെ കല്യാണക്കാടായി പോയല്ലോ. 169 നമ്മൾ അടുത്തത് എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ വിചാരിച്ചു ഈ കാണുന്ന വഴി കൂടെ കയറുമായിരിക്കുന്നു, പക്ഷെ അല്ല കേട്ടോ. ഒറ്റ ടോളായിരിക്കും. നീ നോക്കിയോ, 165 രൂപ ഒറ്റ ടോള്. അങ്ങനെ ആയിരിക്കും ഇത്. ഇടയ്ക്കിടയ്ക്ക് ടോൾ ഉണ്ടാവില്ല. അടുത്ത സ്പോർട്സ് ബൈക്ക് പോകുന്ന പോലെ അല്ലേ ഒരു സൗണ്ട്. അതാ കട്ടേ കയറുന്ന കേട്ടോ. ഗൈസ് നോക്കൂ, അടുത്ത ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹൈവേ. S31 ആണ് നമ്മുടെ ഹൈവേ. ഈ കാണുന്ന S31 നല്ല കീടില റോഡാണ് ഇതുവരെ. പക്ഷെ ചില സ്ഥലത്തൊക്കെ ഓവർലോഡ് കയറി നമ്മൾ പായ്മ ശ്രദ്ധിക്കണം. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പം ഉൾട്ടി അടിക്കും കേട്ടോ. നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ അടുത്ത ടോളിലെത്തി. എനിക്ക് തോന്നുന്നത് ആ കാണുന്ന കാർഡ് ഇവിടെ കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതാണ് യഥാർത്ഥ ചൈനീസ് സ്ട്രക്ചർ കേട്ടോ. അതായത് ഇവരുടെ ചൈനീസ് കൾച്ചർ ആൻഡ് അവരുടെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കാണുന്നത്. ആ സെയിം രീതിയിലുള്ള ഒരു ടോൾ പ്ലാസ. എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടിയ കാർഡ് ഞാൻ കൊടുക്കട്ടെ. സോപ്പ് സോപ്പാണ് ഗോദ്രേജിന്റെ മറ്റേ സാധനമില്ലേ, സിന്തോൾ സോപ്പ് പോലെ ഇരിക്കുന്ന ഒരു പ്രത്യേകതരം കാർഡ് കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കൊന്നും മനസ്സിലായി. ഇവര് ഭയങ്കര സ്പീഡിൽ ഇത് റൈറ്റ് ചെയ്യൂടാ. നമ്മൾ മലയാളം റൈറ്റ് ചെയ്യുന്നല്ലേ. നമ്മുടെ സ്പീഡ് ഉണ്ടാവോ? എന്റെ അടുത്ത് സ്പീഡ് ഉണ്ടാവൂലായിരിക്കും അല്ലേ? കാരണം എന്നാ നിനക്ക് അറിയത്തില്ലോ, എഴുതുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ. ഗൈസ് നോക്കൂ, സായിപ്പ് അത് കൊടുത്തു. വെഹിക്കിൾ 2 വണ്ടി ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് കറക്റ്റ് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വണ്ടിയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പുള്ളി അങ്ങോട്ട് പോയടാ. പുള്ളിക്ക് ടോളില്ല കേട്ടോ. പുള്ളിക്ക് പിന്നെ ഫ്രീ ആയി. ഐസ് നോക്കൂ, അതായത് ഇത് കണ്ടോ,
ഈ ടോളിൻ്റെ തൊട്ടടുത്ത് ഈ കാണുന്നൊക്കെ കർഷകരുടെ വീടാട്ടോ, മണ്ണുകൊണ്ടുള്ള വീട് നോക്കിയേ, ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ. ഇത് നോക്കിയേ, ഇതൊക്കെ ഓരോ വീടുകളാട്ടോ. ഇങ്ങനത്തെ വീടുകളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇന്ത്യ മാത്രമല്ല, ചെറിയ വീട് ചൈനയിലടക്കം ചെറിയ വീടുണ്ട്, അമേരിക്കയിലടക്കം ചെറിയ വീടുകളുണ്ട്. ഇത്ര നാളും മാർട്ടിന്റെ സൈക്കിൾ സേഫ് ആയിരുന്നു കേട്ടോ. ഈ മാർട്ടിൻ സൈക്കിൾ സൂക്ഷിക്കണം. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മോഷണം പോകുന്ന സാധനം സൈക്കിളാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് യൂറോപ്പിൽ. പട്ടാപ്പകൽ മറ്റേ മെഷീനും കൊണ്ട് വന്ന് കട്ട് ചെയ്തോണ്ട് പോട്ടെ. ഇവിടെ ലോക്ക് ചെയ്തിട്ടാണ്. നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണ് സേഫ്. പോയത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. മറ്റേ അങ്ങോട്ടൊന്നും പോയി കഴിഞ്ഞാൽ പോയതാ. പുള്ളി അവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു, കൈ കൊണ്ട് കാണിക്കുന്നു. ഗുഡ് മോർണിംഗ്. എന്നാണോ കൈ കൊണ്ട് മേടിക്കുന്നേ? ഇന്ത്യ ഹിന്ദു. എടാ നമ്പർ പ്ലേറ്റ് കൊടുക്കടാ, കാലമാടാ, അതിലും വലിയ ടീം. എടാ ലിവിനെ, അതിനെ മറ്റേ പ്ലക്കർ കൊണ്ട് എടുക്കുന്നേ, അത് കൈ കൊണ്ട് കോണ്ടാക്ട് ഇട്ടായിരിക്കാൻ വേണ്ടി. ഇവിടെ ഒരു പുള്ളി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പുള്ളി ഒന്ന് ഫോട്ടോ എടുക്കാൻ അതുപോലെ സംഭവമാണ്. ഇതെന്നാടി എഴുതി കാണിക്കുന്നൊക്കെ ലിവിനെ അതിനകത്തൂടെ? നാറികളെ ഇതിലെ പൊക്കോളാം അല്ലേ? എത്രയാണെന്നുള്ള പറയാം കേട്ടോ. നമുക്ക് എൻട്രി എത്ര കിട്ടുന്നത്, നമ്മുടെ വെയിറ്റ് ഒക്കെ നോക്കും. അവിടുത്തെ പോലെ തന്നെ ഉണ്ടോ ജവ അവ തന്നെ എല്ലാം ഇങ്ങനെ പ്ലക്കർ കൊണ്ട് മേടിക്കുന്നേ. അവർക്ക് എന്തെങ്കിലും അസുഖം വരുമെന്ന് പേടിയാവനെ. ആണോ? അതുകൊണ്ടായിരിക്കും. കള്ളനോട്ടാണോ അല്ലെന്ന് നോക്കുമെങ്കിൽ. അടിപൊളി. ചൈനയിലെ ഏറ്റവും വലിയ നോട്ട് എന്ന് പറഞ്ഞാൽ 100 ആട്ടോ. ചൈനയിൽ അതിലും വലിയ നോട്ടില്ല. പിന്നെ പൈസ വാല്യൂ ഇപ്പൊ ഡോളർ നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ $100 ഇല്ല, ഇക്കുറത്തി ഇല്ലല്ലോ. ആണോ? ആ $100 വരെ ഉള്ളൂ. ഈ നോട്ട് ഒന്ന് പറ്റിക്കാൻ നോക്കി ലിവിയ തിരിച്ചു മേടിച്ചു. പൈസ തന്നു. താങ്ക് യു. പൈസ ഇവിടെ പൈസ ഒന്നും മേടിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഉള്ളിൽ പോകുന്ന പറഞ്ഞാൽ കറപ്ഷൻ ഇവിടെ ഭയങ്കര വിഷയമാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. ഞാൻ എന്തായാലും മാർട്ടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തണം. അവിടെ കിട്ടില്ല തന്നെ ഒരു ഗ്രാമമുണ്ട്. നോക്കൂ, ഇതുണ്ടോ, ഇത് ഗ്രാമം കേട്ടോ. ഇങ്ങോട്ടൊക്കെ കാലാവസ്ഥ ഭയങ്കര വ്യത്യാസം കേട്ടോ. ഭയങ്കര ക്ലൗഡിയായ കാലാവസ്ഥയാണ്. ഇത് ഫുള്ള് എനിക്കൊന്ന് കൃഷിപ്പണി, വില്ലേജ് വർക്കിങ്, അതുപോലുള്ള സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളാണ്. എല്ലാവരും വീട്ടിലും നമ്മുടെയൊക്കെ ഇന്ത്യയിൽ കാണുന്ന പോലെ ട്രാക്ടറുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രാക്ടറുണ്ട്. ഇത് കളിക്കട്ടോ, നല്ല രസമുണ്ടല്ലോ ലിവിനെ കാണാൻ വേണ്ടി. ലൈസൻസ് കാണുന്നില്ല. ലൈസൻസ് അതിൻ്റെ അകത്ത് കിട്ടെ, ഇതിൻ്റെ അകത്ത് ഞാനല്ലേ കേട്ടോ. എനിക്ക് അന്നിട്ട് ഓർമ്മയുണ്ട്, ചൈനീസ് ലൈസൻസ്. എല്ലായിടത്തും നമ്പർ പ്ലേറ്റ് കൊടുക്കണം. കീട്ടിലെ ഗ്രാമങ്ങളായിരുന്നല്ലോ, ഇപ്പൊ എല്ലാം മാറി കേട്ടോ. അപ്പുറം ഒന്നുമില്ല, വെറും തരിശ് ഭൂമി എന്ന് വെച്ചാൽ തരിശ് ഭൂമി, വേറൊരു സാധനമില്ല കേട്ടോ. അപ്രോക്സിമേറ്റ് നേരത്തെ പറഞ്ഞാൽ ഒരു പമ്പ് കിട്ടണമല്ലോ, ഒരു പെട്രോൾ അടിക്കുന്ന ഒരു പമ്പ് കിട്ടില്ല, 200 കിലോമീറ്റർ കിടക്കണം. നമ്മുടെ ഇന്ത്യയിലൊക്കെ പെട്ടെന്ന് പമ്പ് കിട്ടും കേട്ടോ. പക്ഷെ ഇവിടെ എക്സ്പ്രസ്സോയിൽ പമ്പ് സംഭവങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മുടെ വണ്ടികൾ ഓരോന്നായിട്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇത് ഗ്രാമങ്ങൾ മറയ്ക്കും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ഗ്രാമമാണ്, പക്ഷെ കാണിക്കുന്നില്ല. അതായത് ദൂരെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇത് മറിച്ച് കളയുന്നത്. നോക്കാതെ ഗ്രാമങ്ങളെല്ലാം ഇതുപോലെ കെട്ടി മറിച്ചേക്കും കേട്ടോ. ഞങ്ങളിപ്പോ പോകുന്ന വഴിക്ക് ഒട്ടകത്തെ കണ്ടു, പക്ഷെ ചവിട്ടാൻ പറ്റില്ല. വണ്ടി ഇച്ചിരി സ്പീഡ് കൂടുതലായിരുന്നു. ചവിട്ടി കഴിഞ്ഞാൽ ബേക്ക് വരുന്ന 5 എണ്ണം പടപടയടിക്കും. അതുകൊണ്ട് നിർത്താൻ പറ്റില്ല. അടുത്ത ഞങ്ങൾ ഒട്ടകത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടകത്തെ കിട്ടി അപ്പം ഷൂട്ട് ചെയ്യും കേട്ടോ. ഈ കാണുന്നൊക്കെ ഗ്രാമങ്ങളാട്ടോ, ചൈനീസ് ഗ്രാമങ്ങൾ. അതായത് നമ്മൾ ഇത്രയും ദിവസം കണ്ട പോലെ വലിയ വലിയ ബിൽഡിംഗ് അല്ല കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ സെയിം സെറ്റപ്പ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ കാണുന്ന സെയിം സംവിധാനം ഇവിടെ ഉണ്ട് കേട്ടോ. കൃഷിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കൃഷി ചെയ്യുന്നതല്ല, ഇവർ കളക്ട് ചെയ്തിട്ട് ഇതേപോലെയുള്ള ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് പിന്നെ സംസ്കരിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതായത് ഈ ഹൈവേയുടെ തൊട്ട് സൈഡിലാണ് ഈ സംഭവം. പക്ഷേ എന്നെ സംഭവം ഒന്നും എനിക്കറിയില്ല. പല സ്ഥലങ്ങളിലും നമുക്ക് അങ്ങനെ എന്താ പറയുക മറച്ചു വെച്ചേക്കോട്ടെ. എല്ലാ സ്ഥലങ്ങളും ഞാൻ കണ്ട ഗ്രാമങ്ങളിലൊക്കെ ഏരിയകൾ അങ്ങനെയാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് എല്ലാ നേരത്തെ കിട്ടുമെന്ന് നോക്കാം, എങ്ങനെയെങ്കിലും നമുക്ക് ഇറങ്ങാം. പിന്നെ ഒട്ടകത്തെ കണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒട്ടകത്തെ കാണുന്നില്ല. ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു വളരെ വിജനമായ രീതിയിലുള്ള ഹൈവേ കാണുന്നത്. ഒറ്റ വണ്ടിയില്ലെന്നേ, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. ഞങ്ങളുടെ വണ്ടി പടപടയെ വന്നു. 5 വണ്ടിയല്ല, വേറൊരു വണ്ടിയില്ല. ഇവിടെ എത്രയാണ് ചാർജ് എന്ന് അറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നി ഇവിടെ 60 കിലോമീറ്ററിൽ പടപടയെന്ന് പറഞ്ഞ് ടോൾ ഉണ്ടാവും. എന്നിട്ട് അതിനെല്ലാം ചെറിയ പൈസ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും കേട്ടോ. എക്സ്പ്രസ് ആണല്ലോ. 18 രൂപ, 18.8 രൂപ ഇവിടുത്തെ പൈസ. എത്ര? 18.8 രൂപ. ഒരു ഇത് കൊടുക്കണം കേട്ടോ. കഴിഞ്ഞ തിരിച്ചു കാണിച്ചിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. ടോൾ പ്ലാസ ഇല്ല. ഈ ടോൾ പ്ലാസയുടെ തൊട്ട് ഇപ്പുറത്തോട്ട് തിരിക്കാൻ നേരത്തും വിജനമായ മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കോട്ടോ. വേറെ ഒരു സാധനം ഈ സ്ഥലത്ത് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ വല്ല അറിയാം കേട്ടോ. ഒന്നുമില്ല. അവിടെയൊക്കെ എന്തൊക്കെ കാടല്ല, വേറൊരു സാധനം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. നിങ്ങൾ അടുത്ത് കീച്ചാൻ പോവാണ്. നമ്പർ പ്ലേറ്റും കൊടുക്കണം. അവർക്ക് കുന്തും അറിയാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവര് ഇംഗ്ലീഷ് പഠിപ്പിക്കൂല, എനിക്ക് അറിയത്തില്ലാത്ത പരിപാടി നടക്കൂല. ഫ്രണ്ടിൽ നിന്ന് ഈ പുള്ളിക്കാരി പിന്നെ ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ വണ്ടിയുടെ 52 രൂപ കേട്ടോ. ഇവിടെ 52 രൂപ. ഇവിടെ ഇച്ചിരി കൂടുതലാണ് പൈസ.
ഇതിന് ബദലായിട്ട് റോഡുണ്ടല്ലോ. 52 രൂപ തന്നെ കേട്ടോ. 52 രൂപ അല്ലേ? കുറുക്കം കുഞ്ഞുണ്ടേല് സമ്മതിക്കാട്ടോ. ഇതൊരു മനുഷ്യ കുഞ്ഞില്ല ഈ കാണുന്ന റോഡില്. എന്തൊരു അത്ഭുതമാണ്. നല്ല ബുക്കാട്ടിയോ വെള്ളം കൊണ്ടുവരുവാണ് 1 മണിക്കൂർ അല്ലേ? നല്ല കിടില സ്പോർട്സ് കാറോ അല്ല സ്പീഡിലോ വണ്ടിയിട്ട് ഫും 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 എന്ന് പറഞ്ഞു പോവാട്ടോ. എനിക്കറിയില്ല കേട്ടോ എന്താ സംഭവങ്ങൾ. ഇവിടെയുള്ള ആരും ഈ വഴി ചൂസ് ചെയ്യാറില്ല. എല്ലാരും നോർമൽ വേലടാ ലിബിയ. സമാന്തമായി കണ്ടോ? സമാന്തമായ കഴിയുണ്ടോ? പിന്നെ സമാന്തരമായിട്ട് 2 ലൈൻ ഉണ്ട് കേട്ടോ ഇവിടെ. 2 ലൈൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കാഴ്ചകൾ മാറി. കറുത്ത മല പോലെ ഗൈസ് നോക്കൂ. എനിക്ക് തോന്നുന്നു എന്തോ അയിരോ അങ്ങനെ എന്തൊക്കെയോ കിട്ടുന്ന സൈസ് മലയാന്ന് തോന്നുന്നു കേട്ടോ. കുറെ ടോളുകൾ കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഫുള്ള് കറുപ്പാട്ടോ. മങ്ങിയ കാലാവസ്ഥ കേട്ടോ. ഇന്നും ഫോഗിയാണ്. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ച കേട്ടോ. മാർബിൾ ആണോടാ ഗൈസ്? എന്തോ സൈസ് കല്ലാട്ടോ ചൈനയിലെ. ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റൂല. വണ്ടി ഇങ്ങനെ നിർത്തി ഉള്ള സെറ്റപ്പ് മാത്രമേ പറ്റുള്ളൂ. വേറെ ഒന്നും പറ്റൂല കേട്ടോ. ലിവിനെ ഇത് ഫുള്ള് കല്ലാടാ, കല്ല്. പിന്നെ സംഭവം ഫുള്ള് ഫാക്ടറികൾ കേട്ടോ പോകുന്ന വഴിക്ക്. എൻ്റെ പൊന്നെ എന്തോരെ കല്ലാന്ന് നോക്കി കൊണ്ടിട്ടാക്കണേ. ഗൈസ് ഞങ്ങൾ ഫൈനലി ഇറങ്ങി കേട്ടോ. ഫുള്ള് കറുത്ത മണ്ണുള്ള മലകളാട്ടോ ഫുള്ള് എല്ലാ സ്ഥലത്തും. അതെ ഇവിടെയാണ് ഫുള്ള് ലോറികളും ഇതെല്ലാം മാർബിൾ പോലത്തെ എന്തോ സെറ്റപ്പ് ആട്ടോ. ഇപ്പം മനസ്സിലായിട്ടോ ഇവിടെ എന്തുകൊണ്ടാണ് പിന്നെ വണ്ടി കുറവെന്നുള്ളത്. തൊട്ടപ്പുറം ഈ കാണുന്ന ഇവിടെ കണ്ടോ നല്ല സൂപ്പർ ഹൈവേ ആണ്. നോൺ ടോൾ റോഡാണ്. ഈ ടോളുള്ള റൂട്ടിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വലിയ വണ്ടികൾ കയറുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇവിടെ വണ്ടി ഇല്ലാത്തത് കേട്ടോ. ഇവിടെ 2 രീതിയിലുള്ള പാതയുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ? ടോള് എൻ്റെ കർത്താവേ. ഗൻഷു എക്സ്പ്രസ് വേ, GANSU എക്സ്പ്രസ് വേ. എവിടെയൊക്കെ നിന്ന് ചേച്ചിമാർ കൊടി വീശിട്ട് അങ്ങോട്ട് പോ കുട്ടി ഇങ്ങോട്ട് പോ കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ തൊട്ടപ്പുറം വലിയൊരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ചെക്കിങ് ഉണ്ടാവുമെന്ന് ഏകദേശം മനസ്സിലായിട്ടോ. ഇത് അടിപൊളിയാണല്ലോ. പിന്നെ അങ്ങോട്ട് മാറ്റി വിടുന്നത് ഫുൾ പോലീസ് ചെക്കിങ് ആട്ടോ. ഇതേ ഫുൾ ലോഡും ചെക്ക് ചെയ്യുക എന്നാ സംഭവം എന്നുള്ളത്. ഗൈസ് നോക്കൂ. അതായത് ഈ കാണുന്നതാണ് പോലീസ് പോസ്റ്റ്. ഇവിടെ നമ്മുടെ ഫോട്ടോ എടുപ്പ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ RC ബുക്ക് കാണിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ കയ്യിലുള്ള നമ്പർ പ്ലേറ്റ് കാണിക്കേണ്ടി വരും. പിന്നെ അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മുടെ പാസ്പോർട്ട് ഫോട്ടോ ഇതെല്ലാം എടുത്ത് അവിടുന്ന് ഫോട്ടോ എടുപ്പിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ അടുത്ത പ്രോൺസിലേക്ക്, അതായത് ഓരോ സംസ്ഥാനം കയറുക കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, പക്ഷേ ഇച്ചിരി വേറൊരു മൂഡാട്ടോ സംഭവം. ഇവിടെ ഫോട്ടോ എടുക്കുക കേട്ടോ. എടുത്തോടാ. എടുത്തു 37 കേട്ടോ. 37 ഫോട്ടോ എടുക്കാനാണ് അവൾക്ക് ചിരിക്കുക കേട്ടോ. ഫുൾ ചിരിയാ കളി. എന്തിനു ചിരിക്കുന്നേ? ഞാൻ കല്യാണം കഴിക്കാത്തവരാണ്. അതെ ആണാ പൊട്ടും. ഇവിടെ പെൺപിള്ളേര് പൈസ വെച്ചു. ഇവൻ ഗ്ലാസ് ഫോട്ടോ എടുക്കാനാ. ചിരിയുടെ മാലപ്പടക്കം പൊട്ടി. നോക്കൂ. ഫൈനലി നമുക്ക് ഈ കാണുന്ന നമ്മുടെ വണ്ടികളെല്ലാം നിർത്തിയ ഈ സ്ഥലത്ത് നമുക്കും വണ്ടി നിർത്തണം. കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ ട്രക്കുകളായിട്ടോ. അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. കൂടിയ കാലാവസ്ഥയാണ്. അതായത് മങ്ങിയ ഫോഗി കാലാവസ്ഥയാണ്. ഇങ്ങോട്ടൊന്നും ബ്ലോക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ടോ. കാരണം ഇഷ്ടം പോലെ ട്രക്കാണ്. ഫൈനലി ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ നിർത്തിയേക്കോട്ടോ. ഇവിടെ ഒരു ഒറ്റ ടോയ്ലറ്റ് പോകാൻ കൊള്ളൂ കേട്ടോ. എല്ലായിടത്തും ആൾക്കാർ പോയിട്ട് വെള്ളം ഒഴിക്കാതെ അതേപോലെ ഇട്ടേക്കാണ്. ഒറ്റ ടോയ്ലറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചാലും കയറണ്ട. അപൂർവമായിട്ട് ചില പിന്നെ പമ്പിൽ കിട്ടും. അല്ലാതെ ഭയങ്കര നേരത്തെ പോയതിന്റെ പമ്പിന്റെ അകത്ത് മൊത്തം മണ്ണുമാന്തി കൊണ്ട് മാന്തിട്ടാക്കുമായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒറ്റയാൾ ബാത്റൂം പോയിട്ട് വെള്ളം ഒഴിക്കുമായിരുന്നേ. ഭയങ്കര കഷ്ടം കേട്ടോ. അത് എന്ത് പറയാനാ, ആരോട് എന്ത് പറയാനാ, ഏത് ഭാഷ അറിഞ്ഞിട്ടാണ് പറയണ്ടേ. ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടെ നിർത്തിയേക്കാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഇതിൻ്റെ അകത്തൊക്കെ ടോയ്ലറ്റ്. ഇത് F1. ഇതൊരു പെട്രോൾ പമ്പിനോട് ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇനി ഞാൻ അവിടെ ഒന്ന് പോയി നോക്കട്ടെ വല്ലതും നടക്കുമല്ലോ. നല്ല മഴക്കാറാണ്. ഗൈസ് നോക്കൂ. ഫൈനലി എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾക്ക് ഭക്ഷണമുണ്ട്. ഞങ്ങൾ വൈകുന്നേരം അത് കുക്ക് ചെയ്ത് കഴിക്കുകയുള്ളൂ കേട്ടോ. നേരെ നമ്മൾ അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് പോവാണ്. ഇനിയുണ്ട് അത്യാവശ്യം കിലോമീറ്റർ. അവിടെ നമുക്കൊരു നൈറ്റ് മാർക്കറ്റും കുറച്ച് ഷോപ്പിങ്ങും അതുപോലെ സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് നാളെ നമ്മൾ അവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകും. നമ്മളങ്ങനെ ഹൈവേ കയറി ഫുള്ള് മരുഭൂമി പോലെ കിടക്കട്ടെ. പക്ഷെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിണ്ടാ ഗൈസ് നോക്കുക. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തം മൂടി കിടക്കട്ടോ. രാജസ്ഥാൻ മരുഭൂമി പോലത്തെ ഏരിയ ആണ്. കുറേ ദിവസം ഇപ്പം 2-3 ദിവസമല്ലേ സെയിം സെറ്റപ്പ് 2-3 ദിവസം കേട്ടോ. സത്യം പറയുവാണെങ്കിൽ 3-4 ദിവസമായി ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വന്നേ. കളത്തരം പറയുവാണെങ്കിൽ ഇന്നലെയാണ് ഇതേപോലത്തെ ക്ലൈമറ്റ് വന്നത്. ഇനിയിപ്പം നമ്മൾ വലിയ ദിവസം ഇല്ല ചൈനയിൽ. അപ്രോക്സിമേറ്റ് 4 ദിവസമുള്ളൂ ഇനി ചൈനയിൽ. അതിനുശേഷം നമ്മൾ കസാക്കിസ്ഥാനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യും. കസാക്കിസ്ഥാനിൽ എൻ്റർ ചെയ്താൽ പിന്നെ നമ്മൾ കസാക്കിസ്ഥാനിൽ കുറച്ച് ദിവസം, അതിനുശേഷം നമ്മൾ യൂറോപ്പിലേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ. എന്തായാലും നമുക്ക് ഇന്നത്തെ സ്ഥലം പോയി കാണാം. അവിടെയൊക്കെ എന്തൊക്കെ ഫാക്ടറികളാണ് കേട്ടോ. ഇഷ്ടം പോലെ
നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചൈനയെ കുറെ കാണാനില്ല എന്താ അങ്ങോട്ട് പോകാത്തതെന്ന്. നമുക്ക് ഒരു പാക്കേജ് ആണ്, അല്ലെങ്കിൽ ഒരു ഐറ്റിനറി ഉണ്ട്. ആ ഐറ്റിനറി ഉദ്ദേശിച്ച് പോകാൻ പറ്റും. ഒന്നേലും നമുക്ക് കസാഖിസ്ഥാനിൽ ചാടിക്കും, അല്ലെങ്കിൽ കിർഗിസ്ഥാനിൽ ചാടിക്കും, അല്ലെങ്കിൽ ലാവോസിൽ ചാടിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പദ്ധതികളുള്ളത്. അപ്പൊ എല്ലാ ഗ്രൂപ്പിലും 5 പേര് വേണം. അതാണ് അതിന്റെ മെയിൻ സംഭവം കേട്ടോ. നോക്കൂ, നല്ല മഴക്കാറാട്ടോ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നല്ല അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഷേർലിയുടെ എല്ലാ പരിപാടിക്കെട്ടും പാളും. കാരണം മഴയാണെങ്കിൽ ഇന്ന് ഒരു പരിപാടി നടക്കില്ല. ക്യാമ്പിംഗ് സൈറ്റിൽ പോവുക, അവിടെ നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ കേട്ടോ. ചൈനയുടെ ഒരു ഭാഗം തന്നെ ഇപ്പൊ തന്നെ മഴ പെയ്ത് മുങ്ങി കിടക്കുക. സത്യം 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 അല്ലല്ലോ. ആ ഭാഗത്തിന്റെ അടുത്തൂടെയൊക്കെ നമ്മൾ പോകുന്നത്. ഗൈസ് നോക്ക്, എല്ലാം ഓക്കെ ആട്ടോ. പക്ഷെ ഇവിടുത്തെ ബാത്റൂം അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും മണമാണ്. ഇല്ല വൃത്തി കുറവാ. ബാത്റൂം വൃത്തി എന്തുകൊണ്ടും തായ്ലൻഡ് മലേഷ്യ സൂപ്പറാ. അതിന്റെ പമ്പിന്റെ ഒരു ബാത്റൂമിൽ പോയത് എന്നാ ക്ലീൻ അവിടെ അടിപൊളിയാ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നീനല്ലേ വിളിച്ചു പറഞ്ഞോളാൻ പറഞ്ഞു. ഗൈസ് നോക്കൂ, അങ്ങനെ ചൈന വന്ന് നമുക്ക് മഞ്ഞ് കിട്ടി, വെയിൽ കിട്ടി. ഇപ്പൊ നല്ല ആട്ടിക്കെട്ട് മഴ എന്ന് വെച്ചാൽ നല്ല വെടിക്കെട്ട് മഴ. ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാം നടന്നു കേട്ടോ അല്ലേ ഗൈസ്? ഇനി ഏതാണ്ട് കുറച്ച് ദിവസമല്ല നമ്മൾ ചൈന എക്സിറ്റ് ചെയ്യാൻ വേണ്ടി. അതിനുള്ളിൽ നമുക്ക് ഏകദേശം എല്ലാ ക്ലൈമറ്റും അങ്ങനെ കിട്ടിക്കഴിഞ്ഞു അല്ലേ? പിന്നെ കഴുത്ത മഴ ആയിരിക്കാനാണ് ചാൻസ്. കഴുത്തിയല്ല, കനത്ത. നമ്മുടെ വണ്ടി എപ്പോഴാണ് ലീക്ക് ആവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. മഴ പെയ്താൽ പണി പാളും കേട്ടോ. കാരണം വണ്ടിയിൽ കുറച്ച് സ്ഥലങ്ങളിൽ ലീക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ അടക്കേണ്ട ഒരു സിലിക്കോൺ ഞാൻ എടുത്തിട്ടുണ്ട്. വണ്ടി കയറണ ഒരു സെക്യൂരിറ്റി ഐഡന്റിറ്റി കാർഡ് കാണിക്കണം. എന്നൊക്കെ സംവിധാനങ്ങൾ അത്. ഗൈഡ് ഞാൻ പറഞ്ഞില്ല, ഗൈഡ് ID കാണിച്ചാൽ ഇവിടുന്ന് എണ്ണ കിട്ടുള്ളൂ. ചില സ്ഥലങ്ങളില്ല, ചില സ്ഥലങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയുണ്ട്. ഇതെന്താ, ബാത്റൂമിൽ പോണേ തന്നെ കാർഡ് ഇടണം, എന്നാലേ ബാത്റൂമിൽ നിന്ന് വെള്ളം വരുള്ളൂ. എന്താ തുറന്നു നോക്ക്. ചില സ്ഥലങ്ങളിൽ എങ്ങനെ ഉള്ളൂ, ചില സ്ഥലങ്ങളിൽ അങ്ങനെ അല്ല കേട്ടോ. എന്നാ ചെയ്യാനല്ലേ? ഈ കാണുന്നതാണ് 360 ഡിഗ്രി കറങ്ങുന്ന കാർ കേട്ടോ. അങ്ങ് പോയി എന്റെ പണി. ഇതിന് ഏകദേശം ഡിഫൻഡറിന്റെ ഒരു മോഹം ഉണ്ടോ കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. ഞങ്ങളുടെ കൂടുതലുള്ള ഒറ്റ മനുഷ്യനെ കാണുന്നില്ല. കാരണം ഞങ്ങൾ ഇത്ര സ്ലോയിലാണ് വണ്ടി ഓടിച്ചത്. നല്ല കിട്ടിലൻ ലുക്ക് എന്ന് വെച്ചാൽ കിട്ടിലൻ ലുക്ക് കേട്ടോ. ഫുള്ള് നല്ല ആകാശമൊക്കെ പഞ്ഞിക്കെട്ട് നിറഞ്ഞ നീല നിറത്തിൽ തുളുമ്പി നിൽക്കും കേട്ടോ. അപ്പുറമൊക്കെയാണ് നല്ല രീതിയിൽ പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പൊ നമ്മൾ വേറൊരു പ്രൊവിൻസിലാട്ടോ ഉള്ളത്. അതായത് അപ്രോക്സിമേറ്റ് ഏകദേശം നിയറസ്റ്റ് എടുത്താറായെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പൊ മൊത്തത്തിൽ കളം മാറി കേട്ടോ. വേറൊരു രീതി ലുക്ക് നോക്കിയാൽ ഇത്ര നേരം വരെ മഴയൊക്കെ ആയിരുന്നു. ഇപ്പൊ സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആയി, വേറെ മൂഡായിട്ടോ, വേറൊരു ലെവല്. മുന്തിരിയാന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ കാണുന്ന മുന്തിരി. അതുപോലെ എന്തോ കൃഷിയാട്ടോ, ഫുള്ള് കൃഷിയാണ് ഈ വഴിക്ക് വരാൻ നേരത്തെ. അതുപോലെ സാധാരണക്കാരായ ആൾക്കാരാട്ടോ, ഇഷ്ടംപോലെ സാധാരണ കുടുംബങ്ങൾ, അതുപോലുള്ള സംഭവങ്ങളൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ കുറെ നേരത്തെ യാത്രക്കൊടുവിൽ നമ്മൾ ഏകദേശം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താറായി. അപ്രോക്സിമേറ്റ് ഇനി വലിയ ദൂരമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നിയറസ്റ്റ് ആണ്. എവിടെയെങ്കിലും നമ്മുടെ ക്യാമ്പ് ചെയ്യുന്ന സൈറ്റ്, ക്യാമ്പിംഗ് സൈറ്റ് അല്ല കേട്ടോ, പാർക്കാ. ഒരു പാർക്കിലാണ് നമ്മൾ വണ്ടി ഇടുന്നത്. അവിടെ ഏതാണ്ട് 20 ചൈനീസ് മണി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വണ്ടിയുടെ ടോയ്ലറ്റും അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞ കേട്ടോ. കേട്ടിലും ബിൽഡിങ്ങുകളാട്ടോ. കുറെ പണിയുന്നു, കുറെ പണിതത്, പണിയാത്തത്, പണിതുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സെറ്റപ്പ് അല്ലടാ. നോക്കൂ, എന്തൊരു സെറ്റപ്പ്, എന്തൊരു നീറ്റ്നെസ്. ഒരു കിടിലൻ ടൗണിലാട്ടോ. ടെക്നോളജി വൈസ് ഒരു രക്ഷയില്ല. ഇതെന്നാടാ, ഇതെന്തത് ഗൈസ് നോക്കൂ, വെള്ളം ചീറ്റിച്ചോണ്ടൊരു വണ്ടി വരുന്നുണ്ടോ. എന്തൊക്കെ ടെക്നോളജിയാണ്. എനിക്ക് തോന്നുന്നേ കൊമ്മളയാണോടാ. കൊമ്മളയല്ലടാ, ഇത് എന്തോ സ്പ്രേ ചെയ്യുന്ന. ഇതെന്നാ സ്പ്രേ ചെയ്യുന്നേ? വെള്ളം തന്നെയാട്ടോ സ്പ്രേ ചെയ്യുന്നേ. വെള്ളമാണ്, വെള്ളം. റോഡിന്റെ പൊടി കളയാനായിരിക്കും. ഗൈസ് നോക്ക്, അങ്ങനെ സെറ്റപ്പാണ്. ഫൈനലി ഞങ്ങൾ ഈ കിടന്ന് കേട്ടിട്ടുള്ള സ്ഥലത്തൂടെ നേരെ ഫ്രണ്ടിലേക്ക് ഞങ്ങൾ പാത്ത് പോകട്ടോ. ഗൈസ് ഫൈനലി ഈ കാണുന്ന വലിയ അതിമാനുഷികമായ ടൗണിൽ നമ്മൾ ഈ കാണുന്ന ഒരു പാർക്കിലാണ് വണ്ടി കൊണ്ടുവന്നേക്കണേ. ഇഷ്ടം പോലെ ചൈനീസ് ക്യാമറ കേട്ടോടാ. പൊന്നുംകുരിശു മുത്തപ്പ, എത്ര എണ്ണോന്ന് നോക്കിയേ. വണ്ടി ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഗംഭീരം. ഇത് ക്യാമ്പറിന്റെ ഏരിയ പിന്നെ വേറെ കാര്യമുണ്ട്. ഇതാന്നാ പറഞ്ഞ പാർക്ക്. ഇതിലെ വലിയ വേണം നടക്കാം, ഇരിക്കാം, എന്ത് വേണം. കലക്കി കേട്ടോ, കുളിച്ചു കേട്ടോ. ഇത് കലക്കി. എക്സ്പ്രഷൻ നോക്കിയാ നമ്മുടെ വണ്ടി. പട്ടിക്കുഞ്ഞ് എത്ര നമ്മുടെ വണ്ടി എന്നിട്ട് അവരുടെ എക്സ്പ്രഷൻ നോക്കടാ. ഈ സൈഡ് നോക്കി, അപ്പുറത്തെ സൈഡ് നോക്കടാ. അത് കലക്കി കേട്ടോ. നോക്കടാ, ഇവിടെ സ്ഥലമില്ല കേട്ടോ, എല്ലാരും പോവാ. ആണോ? അതാമേ സാഹിബും അവിടെ ഒതുക്കി, നമ്മളവിടെ ഒതുക്കൂടാ. നമുക്ക് സ്ഥലമില്ല.
നമുക്ക് ഇതിനകത്ത് ഒതുക്കിയാലോ? എല്ലാവരും എക്സ്പ്രഷൻ നോക്കി നമ്മുടെ ഇവിടെ ഒതുക്കിയാലോ? ഇവിടെ സ്ഥലം ഉണ്ടാവും. ഗൈസ്, ഈ കാണുന്നതാണ് ക്യാമ്പർവാൻ പാർക്ക്. ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തി. ഇഷ്ടംപോലെ ക്യാമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ വണ്ടി ഫോട്ടോ എടുക്കുന്ന നോക്കി ഇഷ്ടംപോലെ ക്യാമ്പറാണ്. എല്ലാം ചൈനീസ് ക്യാമ്പറാണ്. ഇത് എവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് എവിടെ പാർക്ക് ചെയ്യും? ഇവിടെ പാർക്കിംഗ് സ്പേസ് വളരെ കുറവാട്ടോ. ഇഷ്ടം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെയാണ്. ഇത് നോക്കിയേ, എന്തോരം ചൈനീസ് ക്യാമറ നോക്കി. ഇവിടെ ഇങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നല്ലോ. എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ. കാരണം ചൈനയിൽ ഇങ്ങനെ ഒരു സംസ്കാരമുള്ള കാര്യം, ക്യാമ്പർ സംസ്കാരമുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ വണ്ടികൾ ഓരോന്നായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വണ്ടി ഓഫാക്കിയിട്ടില്ല കേട്ടോ. എല്ലാം പാർക്ക് വൃത്തിയാക്കുന്ന നോക്കി. ഹായ് ഹായ്. ഇഞ്ചിനി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിയില്ല. ഇഞ്ചി ഉണ്ടോ? ഇഞ്ചിനി ഒത്തില്ല കേട്ടോ. ഒത്തില്ല ഗൈസ്. ഇത് നോക്കിയേ, ഇതൊക്കെ ചൈനീസ് ക്യാമ്പേഴ്സ് ആണ്. ഇതൊക്കെ ഈ പിന്നെ ട്രക്കിൽ ഇസൂസ് പോലത്തെ ട്രക്കുകളിലൊക്കെ ഉള്ള സൈസ് സാധനമാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്. ഇത് ഇവോക്കോ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ബ്രാൻഡിൻ്റെ ആയിട്ട് ഈ കാണുന്ന സാധനം. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. പിന്നെ ഇവിടെയുണ്ട്, ഇതുണ്ടോ, ഇതൊക്കെ നിറച്ചും ക്യാമ്പേഴ്സാണ്. ഇഷ്ടം പോലെ ക്യാമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ക്യാമ്പേഴ്സാണ്. നോക്കി കിട്ടിലും ക്ലൈമറ്റ്. പക്ഷെ ബാത്റൂമാണ് ഇപ്പോൾ ഇവിടെ വിഷയം. ബാത്റൂം എവിടെയാണെന്നുള്ളത് അറിയണം കേട്ടോ. നമ്മുടെ കൂടുതലുള്ള ഇത് കണ്ടോ, ഈ ചൈനക്കാർ മൊത്തം നമ്മുടെ വണ്ടിയിലാട്ടോ പരിപാടി മൊത്തം. നോക്കി അടിപൊളി. നമ്മുടെ വണ്ടിയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഇവർക്ക് ഭയങ്കര കൗതുകമായി കേട്ടോ. അതെന്നാ സംഭവം അറിയാമോ? പുറം രാജ്യത്തുനിന്ന് വണ്ടി വരുന്നുണ്ട്. അതിന്റെ കൗതുകം ഇവരുടെ മുഖത്ത് ക്യൂരിയോസിറ്റി എന്ന് പറയാം. ഞാൻ നന്നായിട്ട് വലിപ്പിച്ച് പറയുമ്പോ നീ ഏറ്റടിക്ക് പറഞ്ഞല്ലോ. ഗൈസ്, ഫൈനലി ഇവിടെ തന്നെ ഉറപ്പിച്ചോട്ടോ. ഇവിടെ പൈസ ഒന്നും കൊടുക്കണമെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഗൈസ്, ഫൈനലി ഇവിടെ തന്നെ ഉറപ്പിച്ചു. പൈസ ഒന്നും കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ ഈ കാണുന്നൊക്കെ ഓരോരുത്തരുടെ ബാത്റൂം കുളിക്കുന്നൊക്കെ സംവിധാനങ്ങൾ. ഈ പുള്ളി ഇവിടുത്തെ ഏറ്റവും വലിയ കുളിസീംകാരനാട്ടോ. കുളിസീം പിടിക്കുന്ന ആളാണ്. ഹലോ ഗൈസ്, പുള്ളി ഇത് കുറേ നേരം കേട്ടോ ഓടി പറന്നൊക്കെ നടന്നോ പിടിക്കണേ. കുളിസീം ചേട്ടൻ പൈസ ഒന്നും കൊടുക്കണ്ടാണ്. 240 ഹോട്ടലിലും. ഗൈസ് നോക്കൂ, അതായത് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ വണ്ടി എടുത്തെത്തി. ഇവിടെ ഈ നമ്മുടെ പിന്നെ തായ്ലൻഡിലുണ്ടല്ലോ ചൈനീസ് ക്യാമ്പേഴ്സ് ബാനാണ്. അവിടെ ചൈന ക്യാമ്പേഴ്സിനെ കയറാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ഇനി വരാൻ പോകുന്നതാണ്. അമേരിക്കൻ അതുപോലെ തന്നെ യൂറോപ്യൻ വണ്ടികൾ ഉടനെ ബാക്കി സ്ഥലങ്ങളിൽ ബാൻ വരാൻ സാധ്യതയുണ്ട്. ബാൻ വരാൻ സാധ്യത. കാരണം അവർ അമേരിക്കയിൽ നിന്ന് വണ്ടി കൊണ്ടുവന്നിട്ട് മറ്റ് രാജ്യങ്ങൾ, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ വിൽക്കുവാണ്. ഇപ്പം അമേരിക്ക കാറിന് എടുക്കണം, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ബ്ലാങ്ക് ചെക്ക് കൊടുക്കണം. കൂടുതൽ ഫോട്ടോ എടുക്കുന്ന ചൈനക്കാർ. താങ്ക് യു നോക്കൂ. നോക്കൂ, ഞങ്ങളോട് ഫോട്ടോ എടുക്കുന്നതൊക്കെ വളരെ സന്തുഷ്ടവാന്മാരാണ് ഇവർ. ഞങ്ങളോട് ഫോട്ടോ എടുക്കുന്നത്. ഓ, നല്ല കിട്ടില്ല മനുഷ്യരാട്ടോ. പുള്ളിയുടെ ഫോണിൽ ഫോട്ടോ എടുക്കും കേട്ടോ. ഇപ്പൊ ഗൈസ് ഒരു അബദ്ധം പറ്റിയാട്ടോ. നമ്മുടെ വണ്ടിയുടെ താക്കോല് അകത്തായിപ്പല്ലേ ഇവനെ. നമ്മുടെ ഫോൺ മുതലെല്ലാം ഇപ്പം മഴ പെയ്യും. കാര്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റ് വന്നാണ് ഇവൻ പുറത്തോട്ട് ഇറങ്ങിയ ഡോർ ഒറ്റ അടിയല്ലേ. ഇനി നമുക്ക് നമ്മുടെ താക്കോല് ഒന്ന് പുറത്ത് വെച്ചാലോ? ഇവനെ ഒളിപ്പിച്ചൊരു താക്കോല് പുറത്ത് വെച്ചാലോ? ആ ചേച്ചി എന്റെ വീഡിയോ എടുക്കുന്ന നോക്കിയേ. ഇവിടെ ഞാൻ വരയ്ക്കുവാ. കിട്ടിയാ ഇങ്ങനെയൊക്കെ കുറെ സംഭവം വലിച്ചു പൊട്ടിച്ചാക്കല്ലോ കേട്ടോ. വലിച്ചു പൊട്ടിച്ചാക്കല്ലോ കേട്ടോ. ഇനി മഴക്കാലോ ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തോടെ നമ്മള് മഴ നനഞ്ഞോണ്ട് പോകേണ്ടി വരും. ആയാ ഓ ഗൈസ്, ഞങ്ങള് നല്ല ഇതായതുകൊണ്ട് നജീബിക്ക് നല്ല ഇതായതുകൊണ്ട് നേരത്തെ ഇതെല്ലാം നമ്മള് പഠിപ്പിച്ചു തന്നല്ലേ ഇവനെ. അതോ ഇതായി ഉള്ളിലായിപ്പോണ്ട് നേരെ 4 സ്പാൻ എടുക്കോ ഊരുവെന്നാ പറഞ്ഞേ. അതുപോലെ തന്നെയല്ലേ ഇതാക്കുന്നേ? തിരിച്ചു പിടിക്കുന്ന സെറ്റപ്പിലല്ലേ? നല്ല മഴ കേട്ടോ പുറത്ത്. പെട്ടു. ഇന്ന് നൈറ്റ് മാർക്കറ്റ് ഒക്കെ കണ്ടു. ഇന്ന് നൈറ്റ് മാർക്ക് മഴ മാർക്കറ്റ് ആവും. ഒന്നും കാണാൻ പറ്റൂല. റെഡിയാണോ നോക്കിക്കട പോയിട്ട്? റെഡിയാ. ചോർച്ചൊന്നും വലുതായിട്ടില്ല കേട്ടോ. 2 സ്കൂട്ടർ ഇട്ട് വെക്കണം. ഇത് അടുത്ത ഭാഷ വല്ല താക്കോലും വല്ലോ. ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങളെ കാണാൻ വേണ്ടി വരും കേട്ടോ. എന്തോരം ആൾക്കാരെ ഞങ്ങളോട് സംസാരിക്കാൻ വരുന്ന അറിയുമോ? എല്ലാവരും കിട്ടില്ല മനുഷ്യന്മാരാട്ടോ. എന്തോരം ആൾക്കാരല്ലേ ലിവിനെ. ലിവിന് അവിടെ ഡോർ അടയ്ക്കാണ്ട് കേട്ടോ. ഇവിടെ കൂടിയൊക്കെ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വേറൊരു വണ്ടിയുടെ അടുത്ത് ഇത്രയും കൂടിയിട്ടില്ല. ഭയങ്കര ക്രേസാണ് ഇന്ത്യയിൽ നിന്ന്. ആണോ? നേരത്തെ ഞങ്ങൾ കുടുങ്ങിയപ്പോഴേ ഈ സാധനം ഞങ്ങള് പുള്ളിക്കാരന്റെ ബൈക്കിൽ ഞങ്ങൾ എടുത്തത്. എന്നിട്ട് ഇത് ഞങ്ങൾ അവസാനം ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ ടൈറ്റ് ആക്കട്ടെ. നന്നായി ടൈറ്റ് ആക്കണം കേട്ടോ. ഈ സാധനം അല്ലേ ഏറ് കയറുമ്പോ പണി കിട്ടാൻ ഞാൻ ഇത് കുഴപ്പമില്ലല്ലേ ഇതിനെ. കഴിഞ്ഞ വർഷമല്ലേ ഏറ് കയറി പോന്നെ. ആണോ? അത് ഞെട്ട് പ്ലാസ്റ്റിക് ആണോ ഇരുമ്പാണോ? ഇരുമ്പല്ലേ? നല്ല ചോദ്യം. ഇപ്പൊ ഗൈസ് ഒരു അബദ്ധം പറ്റിയാട്ടോ. നമ്മുടെ വണ്ടിയുടെ താക്കോല് അകത്തായിപ്പല്ലേ ഇവനെ. നമ്മുടെ ഫോൺ മുതലെല്ലാം ഇപ്പം മഴ പെയ്യും. കാര്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റ് വന്നാണ് ഇവൻ പുറത്തോട്ട് ഇറങ്ങിയ ഡോർ ഒറ്റ അടിയല്ലേ. ഇനി നമുക്ക് നമ്മുടെ താക്കോല് ഒന്ന് പുറത്ത് വെച്ചാലോ? ഇവനെ ഒളിപ്പിച്ചൊരു താക്കോല് പുറത്ത് വെച്ചാലോ? ആ ചേച്ചി എന്റെ വീഡിയോ എടുക്കുന്ന നോക്കിയേ. ഇവിടെ ഞാൻ വരയ്ക്കുവാ. കിട്ടിയാ ഇങ്ങനെയൊക്കെ കുറെ സംഭവം വലിച്ചു പൊട്ടിച്ചാക്കല്ലോ കേട്ടോ. വലിച്ചു പൊട്ടിച്ചാക്കല്ലോ കേട്ടോ. ഇനി മഴക്കാലോ ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തോടെ നമ്മള് മഴ നനഞ്ഞോണ്ട് പോകേണ്ടി വരും. ആയാ